CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വന്തം ഇമേജ് നോക്കി പ്രവർത്തിക്കുന്നതായി കണ്ണൂരിലെ CPI മണ്ഡലം സമ്മേളനങ്ങളിൽ വിമർശനം. CPIയിൽ ബിനോയ് വിശ്വത്തിനെതിരെ പടയൊരുക്കം ശക്തമായ സാഹചര്യത്തിലാണ് പുതിയ വിമർശനം കൂടി തലപൊക്കുന്നത്. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും കാനം രാജേന്ദ്രനും സെക്രട്ടറിയായിരുന്ന കാലത്ത് CPMന് മുന്നിൽ മടിക്കാതെ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു, വിമർശിക്കാനും മടിച്ചിരുന്നില്ല. എന്നാൽ ബിനോയ് വിശ്വം ഈ രീതിയിൽ ഇടപെടുന്നില്ല എന്നതായിരുന്നു കുറ്റപ്പെടുത്തൽ. നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തത് ദേശീയ നേതൃത്വത്തോടുള്ള അവഗണനയാണ്. ഇത് ശരിയായ നടപടിയായില്ല. പാർട്ടി മന്ത്രിമാർ സ്വന്തം വകുപ്പിന് ലഭിക്കേണ്ട ന്യായമായ പദ്ധതി വിഹിതം വാങ്ങിച്ചെടുക്കുന്നതിൽ കാര്യക്ഷമത കാണിക്കുന്നില്ല. മാവേലി മന്ത്രി എന്ന് പ്രശംസിക്കപ്പെട്ട ചന്ദ്രശേഖരൻ നായരെ പോലുള്ളവർ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തത് മറക്കരുത് എന്നും പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു. റവന്യൂ മന്ത്രി K രാജന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൊതുവെ മികച്ച അഭിപ്രായമാണ് ഉയർന്നത്. കാട്ടാനയാക്രമണം തടയുന്നതിൽ വനം വകുപ്പ് ഫലപ്രദമായ നടപടിയെടുക്കുന്നില്ല എന്ന് ആറളം മേഖലയിലെ കാട്ടാനയാക്രമണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശനമുണ്ടായി. മാത്രമല്ല, ആനി രാജയെ പാർട്ടി സംസ്ഥാന നേതൃത്വം പരസ്യമായി വിമർശിച്ചത് ശരിയായില്ല എന്ന് ഇരിട്ടി മണ്ഡലം സമ്മേളനത്തിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ആനി ഇടപെടുന്നുവെന്നായിരുന്നു നേതൃത്വത്തിന്റെ വിമർശനം. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. കേരളത്തിലെ കാര്യം പറയാൻ ഇവിടെ നേതൃത്വമുണ്ട് എന്നായിരുന്നു ആനിക്കുള്ള കേരള നേതൃത്വത്തിന്റെ മറുപടി. ആനി രാജയുടെ സ്വദേശമടങ്ങുന്ന മണ്ഡലമാണ് ഇരിട്ടി. മാത്രമല്ല, സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജനെ തലശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നത് ഒരു പ്രതിനിധി ഉന്നയിച്ചത് ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ആരാണ് അതിന് പിന്നിലെന്ന് പ്രതിനിധി വ്യക്തമാക്കണമെന്ന് മണ്ഡലം സെക്രട്ടറി ആവശ്യപ്പെട്ടതാണ് രൂക്ഷമായ തർക്കത്തിന് കാരണമായത്. പൊതു ചർച്ചയ്ക്കിടെ സെക്രട്ടറി ഇടപെടുന്നത് സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചിലർ ഉന്നയിച്ചു. ഗ്രൂപ്പസത്തിന്റെ ഭാഗമായാണ് ഷൈജനെ അകറ്റുന്നതെന്ന വിമർശനവും ഉയർന്നു. ഇതോടെ പരസ്പരമുള്ള വാക്കേറ്റമുണ്ടായി. എന്നാൽ ഷൈജൻ പങ്കെടുത്ത പരിപാടികൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് സംബന്ധിച്ച ചർച്ച അവസാനിച്ചു. ഇത്തരത്തിൽ സംഭവ ബഹുലമാണ് കുറച്ചു കാലമായി CPI. എന്നാൽ എന്തുകൊണ്ട് ബിനോയ് വിശ്വം സ്വന്തം നിലയിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. CPIയുടെ അമരക്കാരനായി ബിനോയ് വിശ്വം വന്നതു മുതൽ തന്നെ ചിലർക്കിടയിൽ കല്ലുകടി ഉണ്ടായിരുന്നു. കാനം ഇസ്മയിൽ പക്ഷ ചർച്ചകൾ കൊഴുത്തതും ഇതേ സാഹചര്യത്തിൽ തന്നെയാണ്. ശേഷം ആഭ്യന്തര കലഹങ്ങൾ ഒരുപാട് സംഭവിച്ചുവെങ്കിലും പാർട്ടിക്ക് കോട്ടം സംഭവിക്കാത്ത വിധത്തിൽ അവയെല്ലാം തന്നെ ഒതുക്കി തീർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിട്ട പരാജയത്തിന്റെ കാരണം CPMും പിണറായി വിജയനുമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള ആർജവം CPI കാണിച്ചിരുന്നു. എന്നാൽ സംഭവത്തിന് ശേഷം മുന്നണി മാറ്റ ചർച്ചകൾ പോലും പാർട്ടിയിൽ നടന്നു എന്നത് പാർട്ടി പിന്നീട് ഒതുക്കി തീർത്ത സംഭവ വികാസങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ അത്രയും ബിനോയ് വിശ്വം സ്വീകരിച്ച നിലപാട് ഒരു കൂട്ടർക്ക് അതൃപ്തി ഉണ്ടാക്കി എന്നതിന്റെ സൂചനയാണ് 2 തവണകളിലായി പുറത്തുവന്ന ഓഡിയോ വിവാദം. ജില്ലാ സെക്രട്ടറി K ദിനകരൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദൻ എന്നിവരുടെ സംഭാഷണം എന്ന പേരിലായിരുന്നു ശബ്ദരേഖ പ്രചരിച്ചത്. അതിൽ ഇരുവരും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിമർശിക്കുന്നുണ്ട്. അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബിനോയ് വിശ്വം തയ്യാറാകുന്നില്ല എന്നതായിരുന്നു ഇരുവരുടെയും പരാതി. മാത്രമല്ല, അതിന് തൊട്ടുപുറകെ മറ്റൊരു ഓഡിയോ കൂടി പുറത്തുവന്നു. സംസ്ഥാന കൗൺസിൽ അംഗം OK സൈതലവിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടെണ്ണൽ ദിനത്തിൽ മറ്റൊരു പാർട്ടി പ്രവർത്തകനുമായി സംസാരിക്കുന്ന ശബ്ദ വീഡിയോ ആണിത്. മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടിയായ KP സുരേഷ് രാജ് പരാജയപ്പെട്ടതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന സന്ദേശമാണ് പുറത്തായത്. CPMന് പറഞ്ഞ പണം വാരിക്കോരി നൽകി. 3 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടും പരാജയപ്പെട്ടു. തൃശൂരിലെ CPI MLA P ബാലചന്ദ്രനെതിരെയും സന്ദേശത്തിൽ മോശം പരാമർശം ഉന്നയിക്കുന്നുണ്ട്. 4 നേരവും ഫിറ്റായി നടക്കുന്ന ബാലചന്ദ്രനടക്കം വിജയിച്ചെന്നും മണ്ണാർക്കാട്ടെ ജനങ്ങൾ സുരേഷ് രാജിനെ കൈവിട്ടുവെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഓഡിയോ വിവാദങ്ങളെല്ലാം തന്നെ രൂക്ഷമായ സാഹചര്യത്തിൽ ആദ്യം മൗനം പാലിക്കുകയും പിന്നീട് സംയമനത്തോടെ പെരുമാറുകയും ചെയ്തതാണ് ബിനോയ് വിശ്വത്തിന്റെ രാഷ്ട്രീയ പക്വത എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പാർട്ടിയിൽ ഇത്തരത്തിൽ തുടരുന്ന അസ്വാരസ്യം ഒരു ഭിന്നിപ്പിലേക്ക് നീങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യത്തോട് അടുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുന്നതായും കാണാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ CPIയിലെ ആഭ്യന്തര തർക്കത്തിന് മറ്റൊരു ഉദാഹരണമാണ് മുൻ MLA ആയ ES ബിജിമോളെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്ന വിവാദങ്ങൾ. ബിജിമോളുടെ ഭർത്താവും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ PJ റെജിയെ തൊടുപുഴ മണ്ഡലം സെക്രട്ടറിയാക്കാൻ ബിജിമോൾ സമ്മേളനത്തിന്റെ ചർച്ചയ്ക്കിടെ പരസ്യ നിലപാടെടുത്തു എന്നതാണ് ഉയരുന്ന ആക്ഷേപം. തൊടുപുഴ മണ്ഡലം സെക്രട്ടറിയെ നിശ്ചയിക്കാനായി ചേർന്ന യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമായി NJന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. ബിജിമോളുടെ ഭർത്താവും ജില്ലാ കമ്മിറ്റി അംഗവുമായ PJ റെജിയുടെ പേരും ഉയർന്നു. ബിജിമോൾ റെജിക്ക് വേണ്ടി പരസ്യമായി നിലപാടെടുത്തു എന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. തർക്കമുണ്ടാവുകയും സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടക്കാതെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു. ബിജിമോളുടെ നടപടി തെറ്റാണെന്ന് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തി. ബിജിമോളുടെ വീഴ്ചകൾ ജില്ലാ കൗൺസിലിൽ ചർച്ച ചെയ്യാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. സമ്മേളനത്തിൽ പാർട്ടി മാർഗരേഖ
നടപ്പാക്കുന്നത് ലംഘിച്ചതിനും ES ബിജിമോളെ CPI നേതൃത്വം വിലക്കിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിജിമോളെ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലക്കിയത്. എന്നാൽ അങ്ങനെയൊരു വിലക്കിനെക്കുറിച്ച് അറിയില്ല എന്ന പ്രതികരണമാണ് ബിജിമോൾ നടത്തുന്നത്. മെയ് 18 ഏലപ്പാറ മണ്ഡലം സമ്മേളനത്തിൽ മേൽഘടകത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ബിജിമോൾ പാർട്ടി സമ്മേളന മാർഗരേഖ നടപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നടപടിയെടുത്തത്. ഇത്തരത്തിൽ ശബ്ദരേഖാ വിവാദവും ആഭ്യന്തര തർക്കങ്ങളും ശീതപോരായി തുടരുമ്പോഴും നിഷ്പക്ഷമായ മൗനം ബിനോയ് വിശ്വം സ്വീകരിക്കുന്നതും അണിയറ തനിക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കാമെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ.